ഇതാണോ ബി ജെ പിക്കാരുടെ ക്രൈസ്തവ പ്രേമം? 120 ദിവസത്തിനിടയിൽ ക്രൈസ്തവർക്ക് നേരെ 245 അതിക്രമങ്ങൾ നടന്നു. അതായത് പ്രതിദിനം 2 വീതം. ഈ വർഷം പിറന്ന ശേഷമുള്ള 120 ദിവസത്തിനിടയിൽ രാജ്യത്താകെ ക്രൈസ്തവർക്ക് നേരെ 245 അക്രമ സംഭവങ്ങൾ ഉണ്ടായതായി കണക്കുകൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ടു. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ടോൾ ഫ്രീ നമ്പറിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ശേഖരിച്ചതാണ് ഈ കണക്കുകളെന്ന് UCF ഭാരവാഹികൾ അറിയിച്ചു. 2015 മുതലാണ് UCF ഹെൽപ്പ് ലൈൻ സ്ഥാപിച്ചത്. ജനസംഖ്യയിൽ കേവലം 2% മാത്രമുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് എതിരായി ഭയാനകമാംവിധം അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിദിനം ക്രിസ്ത്യാനികൾക്കെതിരെ 2 അക്രമങ്ങൾ ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നതാണ് ഈ കണക്കുകൾ വിളിച്ചു പറയുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അതിക്രമങ്ങൾ ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 50 അതിക്രമങ്ങളാണ് 120 ദിവസത്തിനുള്ളിൽ അവിടെ മാത്രം റിപ്പോർട്ട് ചെയ്തത്. തൊട്ടു പിന്നിൽ ഛത്തീസ്ഗഡ് 46 കേസുകൾ. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ 22 സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജസ്ഥാൻ 18, ജാർഖണ്ഡ് 17, ബീഹാർ 16, ആന്ധ്രാപ്രദേശ് 14 എന്നിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ. ഡൽഹി, തമിഴ്നാട്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ കഴിഞ്ഞ 11 വർഷമായി അതിക്രമങ്ങൾ നിർബാധം തുടരുകയാണ്. 2014 127 അതിക്രമങ്ങളാണ് ഒരു വർഷം റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 2024 ആയപ്പോഴേക്കും അത് 834 കേസുകളായി. അതിക്രമങ്ങളെക്കുറിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്താലും പരാതിക്കാർക്ക് നീതി കിട്ടാറില്ല. പകരം പരാതിക്കാർക്കെതിരെ കേസെടുക്കുന്നതാണ് പോലീസിന്റെ പതിവ് പരിപാടി. 2 മാസം മുൻപ് BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ ബജരംഗ് ദൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു സംഘം 2 മലയാളി വൈദികർ ഉൾപ്പെടെയുള്ളവരെ പട്ടാപ്പകൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ട് പോലും പ്രതികളെ ഇതുവരെ പിടികൂട്ടിയിട്ടില്ല. ഒഡീഷയിൽ 2 വൈദികരെ പോലീസ് തെരുവിലൂടെ വലിച്ചിഴച്ച് മർദ്ദിച്ചു. ഒരാളുടെ തോളല്ലൊടിഞ്ഞ് 2 മാസമായി ആശുപത്രിയിലാണ്. ഒഡീഷയിൽ പള്ളിയിൽ പോലീസ് നടത്തിയത് നരനായിട്ടാണ്. സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കീറി, കുട്ടികളെ പോലും തല്ലി. ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാപകമായി അതിക്രമങ്ങൾ രാജ്യത്തുണ്ടായിട്ടും ഒരിക്കൽ പോലും പ്രധാനമന്ത്രിയോ ഉത്തരവാദിത്തപ്പെട്ട BJP സംഘപരിവാർ നേതാക്കളോ ഈ ഹീനകൃത്യങ്ങളെ തള്ളിപ്പറയാനോ അപലപിക്കാനോ തയ്യാറായിട്ടില്ല. ക്രൈസ്തവർ ആക്രമിക്കപ്പെടേണ്ടവരാണെന്ന സന്ദേശമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വിശ്വാസികളായ ദലിതരും ആദിവാസികളുമാണ് അക്രമങ്ങൾക്ക് വിധേയരാകുന്നതിൽ ഏറെയും. രാജ്യത്താകമാനം നടക്കുന്ന ക്രൈസ്തവ വേട്ട കണ്ടിട്ടും കാണാത്ത രീതിയിൽ മൗനം ധരിക്കുകയാണ് ഭരണാധികാരികൾ. ക്രൈസ്തവ വെറി പൂണ്ട സംഘപരിവാറുകാർ നടത്തുന്ന കൊടും ഭീകരത കണ്ടിട്ടും ഈ രാജ്യം പുലർത്തുന്ന നിശബ്ദതയിൽ നിന്ന് മനസ്സിലാക്കാം എത്രമാത്രം ക്രൈസ്തവ വിരുദ്ധമാണ് നമ്മുടെ നാടെന്ന്. ഈ നിശബ്ദത കൂടെ പകരുന്ന കരുത്താണ് ഹിന്ദുത്വ ഭരണാധികാരികൾക്ക് ക്രൈസ്തവ വേട്ട നടത്താൻ കൂടുതൽ പ്രചോദനം നൽകുന്നത്. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ അഴിഞ്ഞാടുകയാണ് UP സർക്കാർ. സംഘപരിവാറിന്റെ നിർദ്ദേശപ്രകാരം UPയിലെ എത്രയോ പള്ളികളും പ്രാർത്ഥനാലയങ്ങളും തകർക്കപ്പെട്ടു. ക്രൈസ്തവർക്ക് എതിരെ ഇത് ആദ്യത്തേതോ അവസാനത്തേതോ അല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടു കഴിഞ്ഞു. ഹിന്ദുത്വ ഫാസിസം പള്ളികൾ തകർക്കുന്നത് തടയാൻ ചെല്ലുന്ന പുരോഹിതരെയും സുവിശേഷകരെയും വിശ്വാസികളെയും പിടിച്ച് പോലീസ് തന്നെ അകത്തിടുന്നു. ഇതൊക്കെ ഈ രാജ്യത്ത് നടന്നിട്ടും ഇവിടുത്തെ ജനാധിപത്യ മതേതര ബോധമുള്ള മനുഷ്യർക്കൊന്നും യാതൊരു അസ്വസ്ഥതയുമില്ല. എന്തൊരു അന്യായവും നീതി നിഷേധവുമാണിത്. വംശഹത്യ മുനമ്പിൽ അരക്ഷിതാവസ്ഥയോടെ നിൽക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾക്ക് തങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന പ്രതീതി സൃഷ്ടിക്കാനെങ്കിലും ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയെ സ്നേഹിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും സംഘപരിവാർ നടത്തുന്ന ഈ കൊടും അനീതിക്കെതിരെ മൗനം പാലിക്കാൻ പാടുള്ളൂ. പ്രതിരോധിക്കാൻ ആരെങ്കിലും ഉണ്ടായോ? ഫാസിസത്തിന്റെ തേർവാഴ്ചയിൽ മൗനം പൂണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും നമ്മൾ ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നെറുകെട്ട കാലമാണിത്. മതം മാറ്റം തടയാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നാണ് ഫാസിസ്റ്റുകളുടെ വാദം. എന്നാൽ അതിന്റെ പേരിൽ വംശഹത്യക്കുള്ള നീക്കമാണ് ഹിന്ദുത്വ ഭരണകൂടം നടപ്പിലാക്കുന്നതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്?